അത്യാവശ്യം കുറെ 10th ഒക്കെ അവസ്ഥ ഇതേപോലെ ഇരിക്കുന്നുണ്ടാവും. വെറും 2 ദിവസം നമുക്ക് എക്സാമിന് കുറച്ച് ഒഴിവ് കിട്ടിയിട്ടുണ്ട്, അഥവാ ഈ സാറ്റർഡേ സൺഡേ. പക്ഷെ അതിനുശേഷം മാലപ്പടക്കം പോലെയാണ് എക്സാംസ് വരുന്നത്. അതുകൊണ്ട് ഈ 2 ദിവസം ഒരു റിലീഫ് അല്ല. സോഷ്യലും മാത്സും എല്ലാം പഠിക്കാനായിട്ട് അത്യാവശ്യം ദിവസങ്ങളും ഇല്ല. എനിക്ക് മെയിൻലി ഹാർഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് ഈ ഒരു സോഷ്യൽ. ഇതിന് മുന്നേ എന്തൊക്കെയോ ഇവിടെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ എന്റെ അടുത്ത് പറയാണ് ഞാനൊന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മാത്സ് പഠിക്കുന്നതിൽ ഞാൻ ആദ്യം തന്നെ സോഷ്യലാണ് പഠിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ സോഷ്യൽ എടുത്തപ്പോ ജോഗ്രഫി ആദ്യം പഠിക്കണോ ഹിസ്റ്ററി ആദ്യം പഠിക്കണോ അങ്ങനെയൊക്കെ ഭയങ്കര സംശയമായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ജോഗ്രഫിയുടെ ഈ സെക്കൻഡ് ചാപ്റ്റർ തന്നെ പഠിക്കാനായിട്ട് എടുത്തു. പിന്നെ ഈ ഒരു ചാപ്റ്ററിലാണെങ്കിൽ മെയിൻ ആയിട്ട് കുറെ ക്ലൈമറ്റിക് റീജിയൻസ് ആണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരെണ്ണത്തിന്റെ പഠിച്ചു വരുമ്പോഴത്തേക്കും മറ്റേത് മറന്നു പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. എന്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ 2 ദിവസം എന്താണ് സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്ന് സോഷ്യൽ പഠിക്കണം, നാളെ ഇംഗ്ലീഷ് പഠിക്കണം, അത്രേ ഉള്ളൂ. അതെല്ലാം പോട്ടെ, എല്ലാം കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയതാണ്. അപ്പോഴാണെങ്കിൽ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്ക് മര്യാദ ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായില്ല. എന്താണെന്നറിയില്ല, ബ്രെയിനിൽ എല്ലാം കൂടി ഒരു അവിയൽ പരുവത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള റിവൈസ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ നല്ല പണി. എന്തായാലും എന്റെ കറന്റ് അവസ്ഥ ഇതാണ്. അപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് കമന്റിൽ പറയാം. പിന്നെ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എന്താണെന്നുള്ളതും കൂടി കമന്റിൽ പറയാനായിട്ട് മറക്കണ്ട. എന്തായാലും സോഷ്യലിന്റെ എക്സാം കഴിഞ്ഞാൽ ഒരു പകുതി ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയും ചാനലിൽ പോയിട്ട് മറ്റു വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ.